വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ? അതൊക്കെയാണ് ഓപ്ഷൻ നിക്കൽ, കോപ്പർ, അലുമിനിയം, ടങ്സ്റ്റൺ. നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്ന അയൺ, നിക്കൽ, കൊബാൾട്ട്, ഈ മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്താണ്? നിക്കലാണ് തന്നിരിക്കുന്നത് അല്ലേ? സോ ഓപ്ഷൻ എ നിക്കൽ ആയിരിക്കും ഇത് തന്നിരിക്കുന്നത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് അയൺ, നിക്കൽ, കൊബാൾട്ട് മുതലായവ. Next question, the back EMF of a DC motor depends upon. Back EMF. Back EMF ന്റെ expression നമുക്കറിയാം അല്ലേ? Back EMF is equal to 5Zn divided by 60 into P divided by A ആണ് ഒരു മോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്ക് EMF ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ബാക്ക് EMF എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ സപ്ലൈ വോൾട്ടേജിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഫീൽഡ് ഫ്ലക്സ്. ബാക്ക് EMF ഫീൽഡ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഇനി ഷേപ്പ് ഓഫ് കണ്ടക്ടർ, കണ്ടക്ടറിന്റെ ഷേപ്പിന് എന്തെങ്കിലും ഒരു ഫാക്ടർ ഇവിടെ ഉണ്ടോ? അല്ല, നമുക്കിവിടെ ഫ്ലക്സ് ഉണ്ട്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, നമ്പർ ഓഫ് പോൾസ് ഉണ്ട്, നമ്പർ ഓഫ് പാരലൽ പാത്ത് ഉണ്ട്. അല്ലാതെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബ്രഷ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഇതായിരിക്കും ഓപ്ഷൻ എ ഫീൽഡ് ഫ്ലക്സ് ആയിരിക്കും. കാരണം നമുക്കറിയാം EB എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. അതുകൊണ്ട് ഫീൽഡ് ഓപ്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? നിങ്ങളൊന്നും നോക്കില്ല, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വരിക. നമ്മൾ ജനറേറ്ററിന്റെ ജനറേറ്റിംഗ് അല്ലെങ്കിൽ EMF ഇക്വേഷൻ പഠിച്ചു, സെയിം തന്നെയാണ് നമ്മുടെ ബാക്ക് EMFലും വരുന്നത്. ബാക്ക് EMF എന്ന് വെച്ചാൽ ജനറേറ്റിംഗ് ആക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ. സോ 5Zn/60 into P/E ആണ് ബാക്ക് EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ഇലക്ട്രോലൈറ്റ്, ഇന്റേണൽ റെസിസ്റ്റൻസ്, ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഇൻസൈഡ് ദ ഇലക്ട്രോലൈറ്റ്. ഒരു സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് ആ ഇലക്ട്രോഡിൻ്റെ, ഇപ്പം നമ്മൾ ഇലക്ട്രോഡിൻ്റെ ഷേപ്പിനെയോ സൈസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനു മാത്രമാണ്? ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് മെയിൻ ആയിട്ട് EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഇലക്ട്രോഡിൻ്റെ ഷേപ്പിനെയോ സൈസിനെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഏരിയ ഷേപ്പിനെയോ സൈസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ഇലക്ട്രോലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ കോൺസെൻട്രേഷൻ മുതലായ ഫാക്ടേഴ്സിനെയാണ് ഒരു സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് നെയ്തർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ ഇലക്ട്രോഡ്. ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ ഇലക്ട്രോഡിൻ്റെ ഷേപ്പിനെയോ സൈസിനെയോ ഏരിയനെയോ ഇതിനൊന്നും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി ഇലക്ട്രോലൈറ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ഇസ് ഇൻ ടു ഫേസ് സിസ്റ്റം ദ ഫേസ് വിൽ ഡിഫർ ബൈ ആൻ ആംഗിൾ ഓഫ് ഓപ്ഷൻസ് എ 90 ഡിഗ്രി, ഓപ്ഷൻ ബി 180 ഡിഗ്രി, ഓപ്ഷൻ സി 360 ഡിഗ്രി ആൻഡ് ഓപ്ഷൻ ഡി 45 ഡിഗ്രി. നമുക്കറിയാം ഒരു ടു ഫേസ് സിസ്റ്റത്തിൽ രണ്ട് വോൾട്ടേജും ഡിഫർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു 3 ഫേസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മളറിയാം നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും അല്ലേ? 3 ഫേസ് സിസ്റ്റത്തിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. 2 ഫേസ് സിസ്റ്റത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ, 90 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, thermocouple work on which of the following effects? Thomson effect, Peltier effect, Seebeck effect, Joule effect. തെർമോകപ്പിൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. തെർമോകപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ രണ്ട് ഡിസിമിലർ മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യും. ഈ ഡിസിമിലർ മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ രണ്ട് ജംഗ്ഷൻ ഉണ്ടാക്കും അല്ലേ. ഇനി രണ്ട് ജംഗ്ഷൻ ഞാൻ എൻ്റെ രണ്ട് ടെമ്പറേച്ചറിൽ വെക്കുവാണെങ്കിൽ, ഒരു ജംഗ്ഷൻ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലും ഒരു ജംഗ്ഷൻ T2 എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീബക്ക് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. when two dissimilar metals are joined to form two junctions and if the two junctions are kept in a different temperature, then EMF will be induced in the system അല്ലേ. സോ അതിനെയാണ് നമ്മൾ സീബക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും, സീബക്ക് എഫക്റ്റ്.